ഏവർക്കും നമസ്കാരം, പ്രണാമം. ഈ വരുന്ന 14-ാം തീയതി 12/14/2025 ഡിസംബർ മാസം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഗ്രഹങ്ങളുമായിട്ടുള്ളൊരു ചെറുതോ വലുതോ ആയിട്ടുള്ള വിഷയം നടക്കാനിരിക്കുന്നു എന്ന് പറയുന്നു. സൂര്യനുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രഹം സൂര്യനോടടുക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭം സൂചിപ്പിക്കുന്നു. ഈ സമയങ്ങളിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയോ അപ്രകാരമുള്ള സൂചനയും പറയുന്നു. അതിനോടനുബന്ധമായി 14-ാം തീയതി ഈ സമയത്തിന് ശേഷം ജ്യോതിശാസ്ത്രപരമായി ഗ്രഹനിലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്യും എന്നും പറയുന്നു. ഇതുമായി മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുവാനോ സാധ്യതകളുണ്ട്. കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങളോ എല്ലാം വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളും പറയുന്നു. ആയതുപോലെ തന്നെ നാട്ടിലുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് ഒരറുതി വരുന്നതായിട്ടുള്ളൊരു കാലഘട്ടം കൂടി വരുന്ന ഡിസംബർ കഴിഞ്ഞ് പിറക്കുന്ന ജനുവരി 2026 ജനുവരി മാസം മുതൽ ഒരുപാട് കാലാവസ്ഥ അനുകൂലമായി വരുന്ന സന്ദർഭത്തെ സൂചിപ്പിക്കുന്നു. കാലാവസ്ഥയിലും ആയതുപോലെ തന്നെ ഒരുപാട് മനുഷ്യരുടേതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വന്നു ചേരും എന്നും പറയുന്നു. ഒരുപാട് വിവാഹം കഴിക്കാത്തവരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹോദരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കൊക്കെ ഒരുപാട് വിവാഹങ്ങൾ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സന്ദർഭവും ഉണ്ടാകും. അപ്രകാരമുള്ള ഒരുപാട് വിഷമിക്കുന്നവർക്കായിക്കൊണ്ട് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിക്കൊണ്ട് സാധിക്കും എന്ന് പറയുന്നു. ഒരുപാട് നല്ല അവസ്ഥകളെ സൂചിപ്പിക്കുന്നു. ഭാരതീയപരമായിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയ്ക്കുതകുന്ന രീതിയിലുള്ള ഗ്രഹനിലയും ഉയർന്ന തലത്തിലേക്കുള്ള ഗ്രഹങ്ങളുടെ സൂചനകളും അപ്രകാരം ആയിത്തീരും. ഒരുപാട് ഉയർന്ന തലങ്ങളിലേക്ക് ഭാരതം എത്തപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഉയരും. അപ്രകാരമുള്ള സന്ദർഭങ്ങളും ഉണ്ടാവും എന്നും പറയുന്നു. ഒരുപാട് ദോഷങ്ങളുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയവായി ഡിസംബർ മാസം കഴിയുന്നത് വരേക്കും ആയതിൻ്റെതായിട്ടുള്ള ചാഞ്ചാട്ടങ്ങളും ചില വിഷമകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും എന്നും പറയുന്നു. മലയാള മാസം ധനു പകുതി കഴിയുമ്പോൾ മുതൽ ഏകദേശം മകരമാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും വന്നു ചേരും എന്ന് പറയുന്നു. ഒരുപാട് ആളുകൾക്ക്
നല്ല അഭിവൃദ്ധിയും കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്നൊരു കാലം വരുന്നു എന്ന് പറയുന്നു. ഇപ്രകാരമുള്ള വിഷയങ്ങൾ പരിമിതമായിട്ടുള്ള ഒരറിവാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അറിവിലൂടെയാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം സൂര്യനുമായോ ഗ്രഹങ്ങളുമായോ പഠിക്കുന്നവർക്കാവാം, അല്ലെങ്കിൽ അത്രയും വിഷയങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നവർ ശാസ്ത്രജ്ഞർക്കാവും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനും വെളിപ്പെടുത്തുവാനും ആവുക എന്ന് പറയുന്നു. പരിമിതമായിട്ടുള്ളൊരു അറിവ് വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുവാനായിക്കൊണ്ട് സാധ്യമല്ല. ഒരുപാട് ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. ആയതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കുന്ന പല തരങ്ങളിലും അനുഭവിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ പറയുന്നു. ഒന്നാമതായി ഭരണപരമായി ഒരുപാട് അധർമ്മത്തിലൂടെയും അസത്യത്തിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. രാഷ്ട്രീയക്കാർ തമ്മിൽ പകപോക്കുന്ന പലതരത്തിലും വേണ്ടാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള പ്രവർത്തികളിൽ ഇടപെടുക, ഭരണത്തിലിരിക്കുന്നവരും ജനപ്രതിനിധികളും ഭരണാധികാരികളും മന്ത്രിമാരും അടക്കം പലതരത്തിലും വേണ്ടാത്തതായിട്ടുള്ള പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്രകാരം പറയുന്നു. നമ്മളിപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടം അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും രാജിവെക്കുകയോ അല്ലെങ്കിൽ അപ്രകാരമുള്ളൊരു അവസ്ഥയിലേക്ക് എത്തപ്പെടും എന്നും പറയുന്നു. ആരെയും മുൻനിർത്തിക്കൊണ്ടല്ല പറയുന്നത്. ഭരണപരമായിട്ടുള്ള ദുർഭരണമോ അല്ലെങ്കിൽ അപ്രകാരമുള്ള പലതരത്തിലുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുന്നു. കാരണം പല ജീവികളും നാട്ടിൽ ഇറങ്ങാത്തതായിട്ടുള്ള ജീവികൾ നാട്ടിലിറങ്ങുകയും നാട്ടുകാരെ ഉപദ്രവിക്കുകയും വധിക്കുകയും ചെയ്യുന്നത് ഭരണത്തിലിരിക്കുന്നവരുടെ അധാർമികപരമായിട്ടുള്ള വിഷയങ്ങളെ സൂചിപ്പിക്കുന്നു. ഒരു ഭരണാധികാരി ഒരു ഭരണത്തിലിരിക്കുന്ന അവരുടെ പരിധിയിൽപ്പെട്ടിട്ടുള്ള സ്ഥലം, മനുഷ്യർ വാഴുന്നിടവും ജീവികൾ വാഴുന്നിടവും അവരുടെ അധികാര പരിധിയിൽ വരുന്നത് എന്തെല്ലാമാണോ അത് ശ്രദ്ധിക്കുകയും ആയതിനുതകുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ മനുഷ്യനും ജീവികൾക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മനുഷ്യരുടെ മേലെയും മറ്റും മൃഗങ്ങളായി ജീവിക്കുന്നവരുടെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ചേരുന്നതല്ലാത്തതായിട്ടുള്ള പ്രവർത്തികളോ അപ്രകാരമുള്ള കർമ്മങ്ങൾക്ക് ആക്കം കൂട്ടുകയോ അല്ലെങ്കിൽ വേണ്ടാത്തതായിട്ടുള്ള രീതിയിലൂടെ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിലുള്ള വിഷമം, ഈ വിഷമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനൊരു അവസാനത്തേതായിട്ടുള്ളൊരു സന്ദർഭവും പറയുന്നു. ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ ഏതെങ്കിലും വ്യക്തിപരമായിട്ടോ വൈരാഗ്യം കൊണ്ടല്ല പറയുന്നത് എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയക്കാരോടോ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ
അല്ലെങ്കിൽ ആയവരെക്കുറിച്ച് മോശപ്പെട്ട രീതിയിൽ പറയണമോ എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്രകാരമുള്ള ആഗ്രഹത്തോടല്ല വീക്ഷിക്കുന്നതും പറയുന്നതും നിരീക്ഷിക്കുന്നതും. ഇതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഉണർത്തിച്ചിട്ടുള്ളത്. അപ്രകാരം ഈ ഭരണം, കേരളത്തിലുള്ള ഭരണം, അതിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു ദിവസമെങ്കിലും മുമ്പ് ആ ഭരണത്തിന് എന്തോ തരത്തിലുള്ള ഒരു കോട്ടം സംഭവിക്കും എന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇതിനെക്കുറിച്ച് വേണ്ടതില്ല. ഇത് 2 ദിവസം മുമ്പ് പറയേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്നത് കുറച്ച് പേരാണെങ്കിലും നമ്മുടെ ഭരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതവർക്ക് അവരോട് കാണിക്കുന്ന ഒരു വിരോധാഭാസമാവും എന്നുള്ള തലത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയണം എന്നുദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളിൽ ആർക്കെങ്കിലും തെറ്റേതെങ്കിലും തരത്തിൽ ആണെടുത്തിട്ടുണ്ട് എങ്കിൽ പൊറുക്കണം, മാപ്പാക്കണം. ആരോടുമുള്ള വൈരാഗ്യങ്ങൾ കൊണ്ടോ വ്യക്തി വൈരാഗ്യങ്ങൾ കൊണ്ടോ അല്ല ഇത് സൂചിപ്പിക്കുന്നത്. അപ്രകാരം ഏവരും മനസ്സിലാക്കണം. ഈ വാക്കുകളോട് സഹകരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾ പോരായ്മയുണ്ട് എന്ന് കരുതി ആരും മറുപടി പറയേണ്ടതില്ല. നടക്കാനിരിക്കുന്നൊരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഭരണത്തിൽ ഒരുപാട് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും നടന്നതാണെന്നും എല്ലാവർക്കും അറിയുന്നതാണ്. അതാരും പറയേണ്ടതില്ല. ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും അദ്ദേഹം വ്യതിചലിക്കുമ്പോൾ അത് ആ നാടിനും നാട്ടുകാർക്കും പാർട്ടി, ജാതി, മതഭേദമന്യേ വർഗഭേദമന്യേ ഏവർക്കും ബാധിക്കുന്നതാണെന്നും ചെയ്യാൻ പാടില്ലാത്ത വിഷയത്തിലേക്ക് സമ്മതം കൊടുക്കുകയോ അനുകൂലിക്കുകയോ ആയതിൻ്റെ കൂടെ ആയവർക്ക് വേണ്ടി ആയവരോട് സഹകരിക്കുകയോ സഹായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച്, മന്ത്രിമാരെ സംബന്ധിച്ച് വലിയ പാപമാണെന്നും ആ രാജ്യത്തോട് കാണിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ധ്വംസനമാണെന്നും പറയുന്നു. ആയതിനെക്കുറിച്ച് വിവരങ്ങൾ വിവരിച്ചതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ, വാക്കുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ആത്മോല്ലാസ് എന്ന ചാനലിലൂടെ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കർമ്മങ്ങളും പരിപാടികളും പറയണം. അല്ലെങ്കിൽ അറിവില്ലാത്തവർക്കായിക്കൊണ്ട് ഈശ്വരവിശ്വാസികൾക്കോ അല്ലെങ്കിൽ തീരെ ഒന്നും അറിയാത്തവർക്കായിക്കൊണ്ടാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് അറിയുന്നവർക്ക് ഈ ചാനലിൽ കൂടെ ഒന്നും നേടുവാനില്ല എന്നും പറയുന്നു. അറിവില്ലാത്തവർ ഇത് കാണണം. ഇപ്രകാരമുള്ള വാക്കുകൾ ചാനലിൽ ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സൗകര്യം പോലെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ മുൻപ് വിവരിച്ചിട്ടുണ്ട്. ഡിസംബറിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന കാര്യമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതായിട്ടുണ്ടായിരുന്നു. ആയതിൽ പെടുന്നത് അഗ്നിപർവ്വതം പൊട്ടുന്നതിനെക്കുറിച്ച്
ആയതുപോലെ കാലാവസ്ഥ കൊണ്ടുണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച്